ഹല്ലേലൂയ. വളരെ 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 സന്തോഷത്തോടെ ഒരു വൈകുന്നേരം കൂടെ യൂട്യൂബിലെ ഫേസ്ബുക്കിൽ എന്നെ കാണുന്ന ആളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം അവിടുത്തെ വലിയ കരങ്ങൾ ഇന്ന് രാത്രിയിൽ എന്നെ പ്രസംഗം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരണമേ. അപ്പം അങ്ങ് എന്നോട് ഇന്ന് സംസാരിച്ചത് കർത്താവ് ഇവരുടെ ഹൃദയത്തിന് വളരെ വ്യക്തമായി മനസ്സിലാകുവാൻ സ്വർഗത്തിലെ കരം അതിശക്തിയോടെ ഇറങ്ങി വരണം. അപ്പം സൂപ്പർ നാച്ചുറലായ ദൈവപ്രവർത്തികളുടെ ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. അപ്പം താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ ദൂരെ നിന്നും കർത്താവ്, ഇന്ത്യയിലെ വിദേശങ്ങളിലെ മറ്റു രാജ്യങ്ങളിലെ എന്നെ കാണുന്ന പലരും ഉണ്ട് കർത്താവ്, പ്രത്യേകിച്ച് കേരളത്തിലെ പല ഭാഗങ്ങളിലെ എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ, അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം ഏത് പ്രതീക്ഷയോടെയാണോ വചനം കേൾക്കാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ അവരുടെ ഹൃദയ കണ്ണുകൾ വചനം കേൾക്കുമ്പോൾ പ്രകാശിക്കണം. അപ്പം എന്നാൽ ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവെ, അങ്ങയുടെ അസാധാരണമായ അത്ഭുതത്തിൻ്റെ പ്രവർത്തികൾ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിലേക്ക് അതിശക്തിയോടെ ഇറങ്ങി വരണം. ഇപ്പോൾ തന്നെ ദൈവദൂതന്മാർ കർത്താവെ, എന്നെ കേൾക്കുന്ന വീടുകൾക്കകത്ത് എപ്പോഴാണോ ഇവർ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ഇപ്പോൾ തന്നെ അതിശക്തിയോടെ ഇറങ്ങി വരട്ടെ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്തരീക്ഷം ഇവരിയ്ക്കുന്ന ഇടം മുഴുവൻ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വർഷിപ്പ് യു ലോർഡ്. ഓ വി പ്രൈസ് യു ലോർഡ്. നിങ്ങൾ വീടുകളിലായിരിക്കുന്നവർ തുടങ്ങിയാട്ടെ, ആരാധിച്ച് തുടങ്ങിയാട്ടെ, ദൈവത്തിന് മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. നിങ്ങളുടെ മുറി മുഴുവൻ ആത്മീയമായ ഒരു അന്തരീക്ഷം കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ മുറി മുഴുവൻ ദൈവിക അന്തരീക്ഷം കൊണ്ട് നിറയട്ടെ. ലോകത്തിൻ്റെ തമാശകൾ, ലോകത്തിൻ്റെ ശബ്ദങ്ങൾ, ലോകത്തിൻ്റെ നിരാശകൾ എവിടെയൊക്കെയാണോ ആ മുറിയിൽ കേട്ടത്, അത് ആ മുറിയിൽ നിന്ന് മാറിപ്പോകട്ടെ. അപ്പം പകരം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നിറവ്, ആത്മാവിൻ്റെ നിറവ് ആ ഭവനങ്ങൾക്കകത്തേക്ക് അതിശക്തിയോടെ ഇറങ്ങട്ടെ. അപ്പ കർത്താവെ, ചിലയിടത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. കർത്താവെ, തളർന്ന രോഗികൾ കേൾക്കുന്നുവെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവർ എഴുന്നേൽക്കട്ടെ. കർത്താവെ, സാധ്യമല്ലാത്ത കാര്യങ്ങൾ സാധ്യമല്ലാത്ത വിധത്തിലായിരിക്കുന്നവർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മുട്ടുമടക്കാൻ പറ്റാത്തവർ സൗഖ്യമാകട്ടെ. നട്ടില് കംപ്ലൈൻ്റ് ആയവർ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ തൊടപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അസാധാരണമായ ദൈവശക്തി ഇന്ന് കേൾക്കുന്ന ആളുകളുടെ ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കട്ടെ. പൗലോസ് കൊളോസ് ലേഖനങ്ങളിലും എഫേസ് ലേഖനങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടേണ്ടതിന് പറഞ്ഞതുപോലെ കർത്താവെ, എന്നെ കേൾക്കുന്ന ആളുകളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിച്ചിട്ട് ഇവരുടെ ആ സ്നേഹമെന്ന് അനുഭവിപ്പാൻ അങ്ങൊരുക്കുന്ന കൃപയ്ക്കായി നന്ദി. അപ്പാ, ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ നമ്മളെ സൗഖ്യമാക്കാൻ ഇഷ്ടമാണ്, ആഗ്രഹമാണ്. സൗരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ചത് യേശു നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ സൗഖ്യമാകുന്നതാണ്. ആരൊരാൾ ചോദിച്ചു, നിങ്ങളുടെ പാണ്ട് മാറിയിട്ട് പോരെ, ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ സൗഖ്യമാകുന്നത് എന്ന് പറയുന്നത്. സൗരങ്ങളെ, ഞാൻ ദൈവദിനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്, ദൈവദിനത്തിൽ നിന്ന് വിശ്വസിക്കുന്നത് ദൈവം തന്ന ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. സോ ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹമാണ്. രണ്ടാമത്, സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ അയച്ചത് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്താനാണ്. യേശു കർത്താവ് എൻ്റെ പാപങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങളെ വഹിക്കുവാനിടയായി. പാപനിമിത്തം ഉണ്ടായ രോഗങ്ങൾ യേശു കർത്താവ് കാൽവറിയിൽ വഹിച്ചു. നമ്മളൊരു കൂട്ടം സീരിയസ് ആയ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫ്രം അവർ ഗുഡ് ഫാദർ.
നമ്മുടെ നല്ല സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നിന്ന് നല്ല ദാനങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ആളുകൾക്ക്, എനിക്ക് മനസ്സിലായി, വിശ്വാസിക്ക് ദൈവത്തെ വ്യക്തിപരമായി അല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യക്തിപരമായി പലപ്പോഴും തെറ്റായിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യുന്ന രീതി പലപ്പോഴും ദൈവവചനം പുതിയ നിയമത്തിൽ എന്താണോ പറയുന്നത് ആ വിധത്തിലല്ല പലപ്പോഴും ദൈവത്തിൻ്റെ പക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുവാൻ തുടങ്ങുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ദൈവം നല്ലവനാണെന്ന് പലപ്പോഴും വിശ്വാസിക്ക് അറിയത്തില്ല. അവർ ദൈവത്തെ കാണുന്നത് ഭയത്തോടു കൂടെയാണ്. ദൈവത്തെ ഭയത്തോടു കൂടെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എൻ്റെ പപ്പയെ ഞാൻ ഭയത്തോടെ കണ്ടിരുന്നത്. പക്ഷേ ആ ഭയം ഒരു യജമാനനെ കാണുന്ന ഭയമായിരുന്നില്ല. അപ്പനോട് എനിക്ക് സ്നേഹം കലർന്ന ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിൽ നിന്ന് ആണ് പല രോഗികളും എൻ്റെ അടുക്കൽ വരുമ്പോൾ എന്നോട് പറയാറുള്ളത്, ദൈവം തന്നതല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവം ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ ആളാകാം, ദൈവം തന്നതല്ലേ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കട്ടെ. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, നമ്മുടെ ദൈവം ദോഷങ്ങൾ തരുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നന്മ മാത്രം തരുന്ന ദൈവമാണ്. ഇയ്യോബിൻ്റെ പുസ്തകമാണ് പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ, ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഇയ്യോബിൻ്റെ ഭാര്യ അവനോട് വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നു എന്ന് ഇയ്യോബ് ചോദിക്കുകയാണ്. അടുത്ത വാചകം ഇയ്യോബ് പറയുന്നത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും നമുക്ക് പ്രാപിച്ചുകൂടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഇയ്യോബിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നന്മയും തിന്മയും ഉണ്ട്. പക്ഷേ നിങ്ങൾ 1-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-മുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന സാത്താനെ കാണാം. സത്യത്തിൽ ദൈവമല്ല ഇയ്യോബിനെ സന്ദർശിച്ചത്, ഇയ്യോബിനെ തൊട്ടതും തകർത്തതും ദൈവമല്ല. പകരം പിശാചാണ് ഇയ്യോബിനെ തകർത്തതും കൊന്നതും എല്ലാം. അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് പിശാചാണ്. അപ്പൊ ഇയ്യോബ് എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത് ദൈവമാണ് നന്മ തരുന്നത്, ദൈവമാണ് അതേപോലെ തിന്മ തരുന്നത് എന്ന്? നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇയ്യോബ് ദൈവത്തോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു വാചകമുണ്ട്, നിന്നെക്കുറിച്ചൊരു ഞാൻ കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ച് ഇയ്യോബിന് ഒരു കേൾവി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇയ്യോബ് അടുത്ത വാചകം പറയുക, ഇപ്പോൾ എനിക്ക് അങ്ങയെ വ്യക്തമായി അറിയാം. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പല കേട്ടുകേൾവികൾ നമുക്കുണ്ട്. ബൈബിളിൽ നിന്നുള്ള അറിവല്ല പലപ്പോഴും നമുക്കുള്ളത്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും വികലമാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകിയത് സിനിമകളാണ്. ദൈവത്തെക്കുറിച്ച് അറിവ് നൽകിയത് നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ മത നേതാക്കന്മാരാണ്. അവർ നേതാക്കന്മാർ, പല മത നേതാക്കന്മാർ, എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെക്കുറിച്ച് അറിവ് നൽകിയപ്പോൾ അത് പലപ്പോഴും വികലമായി പോയി. ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു, ഞാനൊരു എയർപോർട്ടിൽ ഇരിക്കുക, എൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ നിർബന്ധിക്കുന്നു. എനിക്ക് തോന്നുന്നു 2, 2.5, 3 അല്ലെങ്കിൽ 4 വയസ്സ്. അത് കഴിക്കുന്നില്ല. ആ മാതാവ് എൻ്റെ നോക്കി ചിരിച്ചു. കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചും കളിച്ചു ഇരിക്കുക. ഞാൻ അവനോട് ഹായ് ഒക്കെ പറഞ്ഞു, അവന് ഹായ് പറഞ്ഞു. അവൻ്റെ അമ്മ അവൻ്റെ വായു വെച്ച് കൊടുത്തപ്പോൾ ആഹാരം തട്ടിക്കളഞ്ഞവൻ. പെട്ടെന്ന് ആ അമ്മ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ആ അമ്മ പറയുക, ആ അങ്കിൾ അടിക്കുവേ, ആഹാരം കഴിച്ചില്ലേ ആ അങ്കിൾ അടിക്കുവേ.
ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ എൻ്റെ കുഞ്ഞിനെ അടിക്കുമെന്ന് പറയരുതാ. അവൻ എന്തെങ്കിലും എന്നെ കാണുക ഇടയിൽ അയാൾ അടിക്കുന്നൊരു അങ്കിളായിട്ട് അവനെ കാണാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ഇതുപോലെയാ നമ്മൾ ദൈവത്തെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മേധാക്കന്മാർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ദൈവത്തെ പ്രസന്റ് ചെയ്ത് കൊടുത്തത്. വേദപുസ്തകമായിരുന്നില്ല നമുക്ക് ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ തക്കവണ്ണം ആധാരമായിരുന്നത്. സൗരങ്ങളെ, നമുക്ക് ദൈവത്തെ പ്രസന്റ് ചെയ്യാൻ ആധാരമായിരിക്കേണ്ടത് ലോകത്തിലെ ചരിത്രങ്ങളല്ല, ഈ വേദപുസ്തകമായിരിക്കണം ആധാരമായിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല. അതിനു പകരം വേദപുസ്തകം പറയുന്നു ദൈവം നല്ലവനാണ്. നമുക്കൊരു വാക്യം വായിക്കാം, സങ്കീർത്തനങ്ങൾ 34 അതിൻ്റെ 8-ാമത്തെ വാചകം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്ന് മാത്രമല്ല, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. വേദപുസ്തകം പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാനാണ്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ദൈവം നല്ലവനാണെന്ന് കണ്ടും രുചിച്ചും അറിയണം. എന്താ രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ, ദൈവം നല്ലതാണ് കാണാൻ പറ്റും, ദൈവത്തിൻ്റെ നന്മ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ പറ്റും, രുചിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം നല്ലവനാണെന്ന് രുചിക്കുവാനും അനുഭവിക്കാനും പറ്റും. ദൈവം നല്ലവനാണെന്ന് കാണുവാനും രുചിക്കുവാനും പറ്റും. ലോകം മുഴുവൻ ഭയത്തിൻ്റെയും നിരാശയുടെയും പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ്. കൊറോണ എന്ന വൈറസ് ലോകത്തെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദറിന് എങ്ങനെ പറയാൻ പറ്റും ദൈവം നല്ലവനാണെന്ന്? ലിസൺ ടു മീ ബ്രദർ, ബൈബിൾ പറയുന്നു ദൈവം നല്ലവനാണെന്ന് കാണണം, ദൈവം നല്ലവനാണെന്ന് അനുഭവിക്കാനായി പറ്റും. ഒരു വാചകം നമുക്ക് വായിക്കാം, സങ്കീർത്തനം 33 വരാം, അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൗരങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങൾ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയാണോ, അത് ദൈവം തല്ലുന്നതാണോ, കൊല്ലുന്നതാണോ, നശിപ്പിക്കുന്നതാണോ കാണുന്നത്? ഞാനൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, 2-ാമത്തെയോ 3-ാമത്തെ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ലോകത്തിൻ്റെ ചുറ്റളവിൽ നടക്കുന്ന, ഈ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അല്ല. ഇവിടെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാശ്മീരിൽ ആരൊക്കെയോ ചേർന്ന് ബലാത്കാരം ചെയ്ത് കൊന്നുകളഞ്ഞു. അത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല സഹോദരങ്ങളെ. ഇറ്റ്സ് നോട്ട് എ വിൽ ഓഫ് ഗാഡ്. ഈ ലോകത്തിൽ നടക്കുന്ന പലതും ദൈവത്തിൻ്റെ ഹിതമല്ല. ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ കണ്ണു തുറന്ന് നോക്കണം. എങ്കിൽ ആ ദൈവത്തിൻ്റെ ഹിതത്തെ ദൈവവചനം കൊണ്ട് മനസ്സിലാക്കിയിട്ട് നീ കാണണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണയും ദയയും ചലിക്കുന്നത് നീ കാണണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം നല്ലവനാണെന്ന് കാണണം, അത് അനുഭവിക്കണം. മാത്രമല്ല ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണണം. സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നതാണോ കാണുന്നത്? അല്ല. ആക്സിഡൻറ്റുകൾ നടക്കുന്നു, ആളുകൾ മരിക്കുന്നു, ആളുകൾ രോഗികളാകുന്നു, ആളുകൾ തകർന്നു പോകുന്നു, ബിസിനസ്സുകൾ തകരുന്നു, ആളുകൾ പട്ടിണി കിടക്കുന്നു, പട്ടിണി കൊണ്ട് ആളുകൾ ഇല്ലാതാകുന്നു, സമത്വം ഇല്ലാതിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് ദൈവം നല്ലവനാണെന്ന് കാണാൻ കഴിയുന്നില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു ഈ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് കാണാമെങ്കിൽ ദൈവത്തിൻ്റെ ദയയും കൊണ്ട് കരുണയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു വാചകം കൂടെ വായിക്കാം. സങ്കീർത്തനം 26 അതിൻ്റെ 3-ാമത്തെ വാചകം. നിന്റെ ദയ എൻ്റെ കൺമുമ്പിലിരിക്കുന്നു. ദാവീദ് പറയുക, ഈ ഭൂമിയിൽ മുഴുവൻ നിന്റെ ദയ നിറഞ്ഞിരിക്കുകയാ, എൻ്റെ കണ്ണിൽ ഞാൻ വേറൊന്നും കാണുന്നില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാനുള്ളത് നിന്റെ ദയ മാത്രമാണ്, നിന്റെ കരുണ മാത്രമാണ്, നിന്റെ മേഴ്സി മാത്രമാണ്. ഓ ലവ് യു ജീസസ്.
ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കേ. നിങ്ങൾ ദൈവത്തെ കാണുന്നത് ദയുള്ള, കരുണയുള്ള, സ്നേഹിക്കുന്ന ഒരു ദൈവമായിട്ട് തന്നെയാണോ? ഞാൻ നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്ന ഒരു ഭാഗം ആളുകളിൽ 90% ആളുകളുടെ ഉള്ളിലും മാസ്റ്ററായ ദൈവം, ദോഷങ്ങൾ തരുന്ന ദൈവം, അനർത്ഥങ്ങൾ തരുന്ന ദൈവം അങ്ങനെ അല്ല. ഈ ഭൂമിയെ ദൈവം തൻ്റെ ദയ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണിൽ ദൈവത്തിൻ്റെ ദയയാണ് കാണേണ്ടത്. സൗരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ദയയും കരുണയുമാണ് കാണുന്നതെങ്കിൽ ഐ വിൽ ഗീവ് ഗ്യാരണ്ടി ടു യു, നിങ്ങൾ ആ ദയ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്ന് കാണുന്നത് അത് മാത്രമേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ കാണുന്നതാ സൗരങ്ങളെ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. കുറച്ചും കൂടെ ആഴത്തിൽ ആ കാര്യം പറയാം. ചില ആളുകൾ, ജോസഫ് കിഷോർ, എൻ്റെ അച്ഛനെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, 2 ബ്ലോക്ക് ഉണ്ട്. ബ്രദറെ, മീറ്റിംഗ് കഴിഞ്ഞിട്ട്, പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും ബ്രദറെ. മത്തായി സുവിശേഷം 5:45 വാക്ക്, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായ തീരേണ്ടതിന് തന്നെ. അടുത്ത വാചകം ശ്രദ്ധിക്കൂ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. യേശു പറയുക, നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്ക്, നീതിമാനായ ആൾക്കും നീതികെട്ട മനുഷ്യനും ദൈവം മഴ ഒരേപോലെയാണ് കൊടുക്കുന്നത്. നീതിമാനായ മനുഷ്യനും നീതികെട്ട മനുഷ്യനും ഒരേപോലെയാ ശ്വാസം, ഓക്സിജൻ ലഭിക്കുന്നത്, സൂര്യനെ ലഭിക്കുന്നത്. ദൈവം 2 പേർക്കും ഒരേപോലെ നന്മയെ കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ. നമ്മൾ കാണുന്നത് ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നു, ഒരാളെ നശിപ്പിക്കുന്നു. അല്ല 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 ദൈവത്തിന്റെ ദയ കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാ. ഒരാളെ ദൈവം നശിപ്പിക്കുന്നു, ഒരാളെ ഉയർത്തുന്നു. അല്ല 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 ദൈവത്തിന്റെ ദയ നിങ്ങൾ കാണാൻ തുടങ്ങണം. ദൈവം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു പ്രസന്റ് ചെയ്യുകയാ, നീതിമാന്മാരുടെ മേലും ദുഷ്ടരുടെ മേലും ദൈവം ഒരേപോലെ അനുഗ്രഹങ്ങളെ വെക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അതിന് 48 വാചകം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിതാവ് സൽഗുണപൂർണനാണ്. ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് വരാം. അപ്പൊ ദൈവമക്കൾക്കും ഈ മറ്റുള്ള ആളുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇപ്പം നൽകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യത്യാസമുണ്ട് സൗരങ്ങളെ. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. The best father we have, the perfect father we have, a loving father we have. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം 3-4 അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞത് ദൈവം സ്നേഹം ആണ്. ദൈവം സ്നേഹം തന്നെ, വ്യത്യാസമൊന്നുമില്ല. കുറച്ച് സ്നേഹവും കുറച്ച് ദേഷ്യവും കുറച്ച് കൊല്ലുന്ന സ്വഭാവവും. ദൈവം സ്നേഹമാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കും, ദൈവം സ്നേഹം മാത്രമാണോ? ദൈവത്തിൻ്റെ വികാരങ്ങളെല്ലാം 100 100% ദേഷ്യം, 100% സ്നേഹം. എന്നാൽ നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം തൻ്റെ കോപത്തെ കാണിക്കുന്നതിനല്ല നമ്മളെ ദൈവം കണ്ടത്, ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കേണ്ടതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. യു ആർ ചോസൺ ബ്രദർ. നീ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. ഒരു പക്ഷേ ഈ പാണ്ടുള്ള മനുഷ്യൻ എന്താ പ്രസംഗിക്കുന്നത്, ഇവൻ കള്ളനാണ്, എന്താ പ്രസംഗിക്കുന്നത് കേൾക്കാനായിരിക്കും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ God want to tell you, God loves you brother. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. ദൈവം നിങ്ങളെ അനർത്ഥം കൂടാതെ കരുതാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നന്മയുടെ അടുത്ത പടിയിലേക്ക്, ഉയർച്ചയുടെ അടുത്ത പടിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് പദ്ധതിയിടുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കാം. 14 അധ്യായം എടുക്കാം. 16, 17 വാക്യങ്ങൾ വായിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. സകല ആളുകളെയും തങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാൻ ദൈവം വിട്ടുകൊടുത്തു. യേശുവിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. എങ്കിലും
അടുത്ത വാക്ക് ശ്രദ്ധിക്കേ, അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങൾ നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, തൃപ്തി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, മഴയും ഫലപുഷ്ടിയുള്ള കാലവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ടെൽ യു ബ്രദർ, ഇറ്റ് ഈസ് ഫ്രം മൈ ഫാദർ ഗാഡ്. എൻ്റെ പിതാവിൽ നിന്നാണ് അത് നിങ്ങൾക്ക് ഉണ്ടായത്. ഓ, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയണം. നമുക്ക് ദൈവം നല്ലവനാണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ മുമ്പിലുള്ള കാഴ്ചപ്പാട് മാറണം. നിന്റെ കണ്ണിൽ ദൈവത്തിൻ്റെ ദയയെ വെച്ചിരിക്കണം. നീ കാണുന്നത് മുഴുവൻ കർത്താവിൻ്റെ കരുണയും ദയവുമാകട്ടെ. ദൈവം ഈ സകലതും നന്മയായി ചെയ്യുന്നു എന്ന് കാണാൻ തുടങ്ങുക. പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു വാചകം പറഞ്ഞു. 1 പത്രോസ് 2:3 കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ആരാണ് കർത്താവ്? ദയാലുവാണ്. എന്നെ നല്ല വേർഡല്ലേ. നമ്മുടെ കർത്താവ് ആരാണ്? കൊല്ലുന്നവനാണ് എന്ന് പുതിയ നിയമത്തിൽ നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ചില ആളുകൾ ചോദിക്കും, അപ്പം ന്യായവിധിയില്ലേ? ന്യായവിധിയല്ലേ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നത്? ഗോസ്പലാണ്. ലിസൺ ടു മീ. ഗോസ്പലിനകത്ത് ന്യായവിധി ഉണ്ട്, പക്ഷെ അത് ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ല. ലിസൺ ടു മീ. ഞാൻ പഠിപ്പിക്കുന്നത് ദയാലുവായ ദൈവത്തെക്കുറിച്ച്. ന്യായവിധിയെക്കുറിച്ച് പിന്നീട് പഠിപ്പിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവം ദയാലുവാണ്. നമ്മുടെ കർത്താവ് ദയാലുവാണ്. എല്ലാവരും എന്നോട് കൂടുന്ന് പറയാവോ? നിങ്ങളുടെ അകത്ത് ഈ ഭൂമിയിൽ സകലതും ദൈവത്തിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നും എൻ്റെ ദൈവം എന്നോട് ദയാലുവാണെന്നും പറഞ്ഞാട്ടെ. കമോൺ. ദൈവം ദയാലുവാണ്. യേശു ദയാലുവാണ്. ഫേസ്ബുക്കില്, യൂട്യൂബില് എന്നെ കാണുന്ന സകല ആളുകളും ഒരുമിച്ച് പറഞ്ഞാട്ടെ, അവൻ ദയാലുവാണ്. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. നമുക്കൊരു വാചകം കൂടെ വായിക്കാം. സങ്കീർത്തനം 36 7 വാചകം. ദൈവമേ, നിന്റെ ദയ എത്ര വലുത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ ദയ മനസ്സിലാകാൻ തുടങ്ങിയാൽ അവൻ്റെ ചിറകിൻ കീഴിൽ നിനക്ക് ശരണം പ്രാപിക്കാൻ പറ്റും. നിന്റെ ആലയത്തിലെ പുഷ്ടി അവരനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയ അനുഭവിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ചിറകിൻ കീഴിൽ നിനക്ക് ശരണം പ്രാപിക്കാം. ആ ശരണം പ്രാപിക്കുന്ന ആരൊക്കെയാണോ അവർ ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. അടുത്ത വാചകം ശ്രദ്ധിക്കുക. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അവൻ്റെ പക്കലാണ് ജീവൻ്റെ ഉറവയുള്ളത്. ജീവൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. സൗരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ ആരെങ്കിലും കാണാൻ തുടങ്ങിയാൽ, ലിസൺ ടു മീ, ജീവൻ്റെ ഉറവയെ കാണാൻ തുടങ്ങും. ആരെങ്കിലും ദൈവത്തിൻ്റെ കരുണ കാണുന്നില്ല എങ്കിൽ, ദൈവം നല്ലവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ, ജീവന്റെ ഉറവയെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യെരമ്യാവ് പറഞ്ഞ്, അവർ പൊട്ടക്കിണറുകൾ കുഴിച്ചു, ജീവജലത്തിൻ്റെ കിണറുകളെ അല്ലെങ്കിൽ ജീവജലം ലഭിക്കുന്ന കിണറുകളെ അവർ കുഴിച്ചില്ല. ഹല്ലേലൂയ. ഗോഡ്. സൗരങ്ങളെ ശ്രദ്ധിക്കേ, ദൈവം ദയാലുവാണ്, കരുണവാനാണ്, നല്ലവനാണ്. എന്നോട് കൂടുതൽ പറയാവോ? ദൈവം നല്ലവനാണ്, ദയാലുവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയ എൻ്റെ പിതാവ് നല്ലവനാണ് എന്ന് ഗ്രഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ജീവന്റെ ഉറവ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ദൈവിക പ്രകാശത്തിൽ ജീവിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല കേട്ടോ, ആലയത്തിലെ പുഷ്ടി,
നമുക്ക് അങ്ങോട്ട് കടക്കാനൊക്കത്തില്ല. നിങ്ങൾ സകല വിധത്തിലും ദൈവിക നന്മയിൽ ജീവിക്കാൻ തുടങ്ങും. കരുണയുടെ ദൈവത്തെ കാണണം, നല്ല ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. നമുക്കൊരു വാചകം കൂടെ വായിക്കാം. ആ ഒരു വാചകം കൂടെ വായിച്ചിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. സങ്കീർത്തനം 33:18. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പൊ ആരുടെ മേലെ ദൈവത്തിൻ്റെ കണ്ണിരിക്കുന്നത്? ഇറ്റ് ഈസ് വണ്ടർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു മനോഹരമായ കാഴ്ചപ്പാടാണ്. ദൈവത്തിൻ്റെ കണ്ണിരിക്കുന്നത് ആരാണ് ദൈവം ദയാലുവാണ് എന്ന് ശരിക്കും ഗ്രഹിക്കുന്നത്, അവർ ജീവന്റെ ഉറവയെ കണ്ടെത്തും, ജീവന്റെ സോഴ്സിനെ കണ്ടെത്തും, ജീവന്റെ മാർഗത്തെ കണ്ടെത്തും, പ്രകാശത്തിൽ നടക്കും, പുഷ്ടിയിൽ നടക്കും, അവൻ്റെ കരുണയിൽ നടക്കാൻ തുടങ്ങും. അടുത്ത വാചകം ശ്രദ്ധിക്കാവോ? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിയിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ആരെങ്കിലും ദൈവത്തിൻ്റെ ദയക്കായി ദൈവം ദയാലുവാണെന്നും ദൈവം കരുണവാനാണെന്നും ഗ്രഹിക്കാൻ തുടങ്ങിയാൽ അവൻ ക്ഷാമത്തിൽ തകരത്തില്ല. ലോകത്തൊരു വലിയ ക്ഷാമം വരികയാണ്, പക്ഷെ ആ ക്ഷാമത്തിൽ നീ നശിക്കത്തില്ല. ബിക്കോസ് നിന്റെ അകത്തുള്ളത് ദയാലുവായ ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, നല്ലവനായ ദൈവമാണ്. അതാണ് നിന്റെ അകത്തെ ശരിയായ കാഴ്ചപ്പാടെങ്കിൽ, ലിസൺ ടു മീ സഹോദരങ്ങളെ, നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, ക്ഷാമം നിങ്ങളെ തൊടുകയില്ല. അടുത്ത വാചകം ശ്രദ്ധിക്കും, നിങ്ങളെ മരണം തൊടുകയില്ല. മരണം നിങ്ങളെ തൊടാതിരിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ ദയയും കരുണയും നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് വണ്ടർഫുൾ. ജോൺ ദാരു ബ്രദറിന് പറയാൻ എന്താ ഉള്ളത്? ഞാൻ പറയും, അവൻ്റെ ദയയും കരുണയും എൻ്റെ മേൽ പൊതിഞ്ഞിരിക്കുന്നു. അവൻ്റെ ദയയും കരുണയും എൻ്റെ മേലുണ്ട്. അവൻ എനിക്ക് നല്ലവനാണ്. രോഗികളായി കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അകത്ത്, എന്നെ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തെറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ പ്രാണനെ രക്ഷിപ്പാൻ, നിങ്ങളെ കഷ്ടത്തിലാക്കുവാൻ, ക്ഷാമത്തിലാക്കുവാൻ പിശാചിന് കഴിയും. എന്നാൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, ദൈവം കരുണവാനാണ്, ദൈവം നല്ലവനാണ്, ദോഷങ്ങൾ തരുന്നവനല്ല, അവൻ എന്നെ കരുണയോടെ പരിപാലിക്കുന്നവനാണ്, ദൈവം എന്നോട് സ്നേഹവാനാണ്, നല്ല പിതാവാണ് എനിക്കുള്ളത്. ആ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉള്ളതെങ്കിൽ നിന്നെ മരണത്തിന് തൊടാൻ പറ്റത്തില്ല. ഇംപോസിബിൾ, സാധിക്കത്തില്ല. നീ ജീവന്റെ നദിയെ കണ്ടെത്തും, ജീവന്റെ സോഴ്സ് നീ അനുഭവിക്കും, നീ സമൃദ്ധി അനുഭവിക്കും, പുഷ്ടി അനുഭവിക്കും. ആലയത്തിലെ പുഷ്ടി എന്ന് പറയുന്ന ആത്മീയ സമൃദ്ധിയെക്കുറിച്ച്, ആത്മീയ സമൃദ്ധി നീ അനുഭവിക്കും, ആ പുഷ്ടി നീ അനുഭവിക്കും. ക്ഷാമം നിന്നെ നശിപ്പിക്കത്തില്ല. ഇംപോസിബിൾ. സഹോദരങ്ങളെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ക്ഷാമത്തിലിരിക്കുന്ന നിങ്ങൾ എന്നോട് കൂടെ വാ തുറന്നെന്ന് പറയാവോ? ഞാൻ ദൈവത്തിൻ്റെ കരുണയിലാണ്, എൻ്റെ പിതാവ് നല്ലവനാണ്. വേദവസം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, കാക്കയെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. അവയേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാ നിങ്ങൾ. അവയെപ്പോലും എൻ്റെ ദൈവം പരിപാലിക്കുകയാണ്. നിങ്ങൾ കാക്കയേക്കാൾ വിശേഷതയുള്ളവരാ. ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞതെന്ന് നമ്മൾ കാണുന്ന കാക്കയോ കിളികളോ അതിനേക്കാൾ എല്ലാം ദൈവം നിങ്ങളെ വാല്യുബിളായി കാണുന്നു. ദൈവം ആ കിളികളോട്, കാക്കയോട് കരുണവാനാണ് ദൈവമെങ്കിൽ, തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിങ്ങളോട് എത്രയധികം. ഹല്ലേലൂയ. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം നല്ലവനാണ്. എന്തുകൊണ്ടാണ് ബ്രദറെ ദൈവം നല്ലവനാണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട കാരണം? ഞാനിന്ന് പ്രസംഗിക്കുന്നത് രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. രോഗസൗഖ്യം നമുക്ക് ലഭിക്കുന്നതിനുള്ള തടസ്സമാണ് എൻ്റെ ചിന്ത. നമ്മുടെ ലൈഫിൽ രോഗസൗഖ്യത്തിൻ്റെ തടസ്സം ദൈവം നല്ലവനാണെന്ന് ചില ആളുകൾക്ക് അറിയില്ല. ദൈവം നല്ലവനാണെന്ന് ഒരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ ആ സൗഖ്യത്തെ റിസീവ് ചെയ്യാനായി പറ്റും. ജോൺ ദാരു പെർഫെക്റ്റ് അല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പെർഫെക്റ്റ് അല്ല, കുറവുള്ളവരാ.
പക്ഷെ ദൈവം നിങ്ങളോട് ദയാലുവാണ്, മേഴ്സിഫുൾ. ദൈവം നിങ്ങളുടെ കരുണയുള്ളവനാണ്. സൗരങ്ങളെ, വേദപുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളിലൊന്ന് മുടിയനായ പുത്രൻ്റെ കഥ. നമുക്കെല്ലാവർക്കും ലൂക്കോസ് സുവിശേഷത്തിലെ ആ സംഭവ കഥ അറിയാം. ഞാൻ എല്ലാ ദിവസത്തെയും പ്രസംഗത്തിൽ മുടിയനായ പുത്രൻ്റെ കഥയൊന്ന് പറഞ്ഞാലോ ഒന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ. മുടിയനായ പുത്രൻ അവൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് വസ്തുവകകൾ വാങ്ങിയിട്ട് ദൂരദേശത്ത് പോയി മോശമായി കഴിഞ്ഞു. പാപത്തിൽ തുടർന്ന് തൻ്റെ സമ്പത്ത് മുഴുവൻ ദുരുപയോഗം ചെയ്തു. മോശമായി ജീവിച്ചിട്ടാ പണം മുഴുവൻ ചെലവാക്കിയേ. പക്ഷേ മോശമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ മകനെ ഒരു ബോധ്യം ഉണ്ടാക്കുകയാണ്. മോശമായി ജീവിക്കുന്ന അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകുക. എന്താണ് ആ ബോധ്യം എന്നറിയാമോ? നമുക്ക് വായിക്കാം. അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിൽ എനിക്ക് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. അവൻ പറയാം, എൻ്റെ അപ്പൻ്റെ ജോലിക്കാർ പോലും ആഹാരം കഴിച്ചിട്ട് ബാക്കി വെക്കുന്നു. നിങ്ങൾ ആ വാചകം വായിക്കണേ. കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ദൈവഭവനത്തിലെ കൂലിക്കാർക്ക് പോലും ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കാനുണ്ടാകും. നമ്മൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട കേട്ടോ. അപ്പോൾ മകൻ എത്രത്തോളം ആയിരിക്കും, നമ്മളിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേ, ഈ മുടിയനായ പുത്രനെ ഒരു ഓർമ്മ വരികയാണ്. തൻ്റെ വീട്ടിലെ, അപ്പൻ്റെ വീട്ടിലെ ജോലിക്കാരെ ഓർമ്മ വരികയാണ്. ആ വേലക്കാരോട് പോലും തൻ്റെ പിതാവ് എത്രത്തോളം മേഴ്സിഫുൾ ആയിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. വീട്ടിലെ ജോലിക്കാരാ, ഹൈഡ് സെർവൻ്റ് ആണ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നതാ, കൂലിക്കെടുത്തവരാണ്. അവരോട് പോലും ആ പിതാവ് മേഴ്സിഫുൾ ആയിരുന്നു. ആ മുടിയനായ പുത്രന്റെ അകത്തേക്ക് ഒരു ചിന്ത കയറുകയാ. കൂലിക്കാരോട് പോലും കരുണ കാണിക്കുന്നവനാണ് എൻ്റെ പിതാവെങ്കിൽ എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നാൽ 100% അവൻ എന്നെ സ്വീകരിക്കും. എനിക്ക് ആ വീട്ടിലെ കൂലിക്കാരനായിട്ട് ജീവിച്ചാലും മതി. ആ വീട്ടിലെ കൂലിക്കാരനായിട്ട് ജീവിച്ചാലും മതി. പക്ഷേ ആ പിതാവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ആ പിതാവ് ആ കൂലിക്കാരോട് പോലും കരുണവാനാണ് എങ്കിൽ എനിക്ക് ആ വീട്ടിലെ കൂലിക്കാരനായാൽ മതി. സൗരങ്ങളെ ശ്രദ്ധിക്കേ, സത്യത്തിൽ മുടിയനായ പുത്രന്റെ തിരിച്ചുവരവിന്റെ രഹസ്യം അവൻ്റെ അപ്പൻ നല്ലവനാണ് എന്ന അറിവ്, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ സ്നേഹിക്കുന്ന പിതാവിനെ അവൻ ഗ്രഹിച്ചതാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മുമ്പ് വരെ അവൻ്റെ പിതാവിൻ്റെ സ്നേഹം അവൻ അനുഭവിച്ചു കാണാം. പക്ഷേ ഇത്രത്തോളം അവൻ്റെ സാഹചര്യങ്ങൾ തകർന്നപ്പോൾ മനസ്സിലായി, എൻ്റെ പിതാവ് ഇങ്ങനെ അല്ലല്ലോ, എൻ്റെ പിതാവിൻ്റെ ഭവനം ഇങ്ങനെ അല്ലല്ലോ, എൻ്റെ പിതാവിൻ്റെ ഭവനം മേഴ്സിഫുൾ ആണല്ലോ, കരുണയുള്ളതാണല്ലോ എൻ്റെ പിതാവിൻ്റെ ഭവനം. പിന്നെന്തിനാ കരുണ ലഭിക്കാതെ ഞാൻ കിടക്കുന്നത്? ആ കരുണ തകർന്ന് കിടക്കുന്നത് എന്തിനാ? എനിക്ക് ആ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ആ കരുണയിൽ ജീവിക്കാമല്ലോ. സൗരങ്ങളെ, ഇന്ന് പകൽ നിങ്ങൾ ആ കിടക്കുന്ന സ്ഥലത്ത് കിടക്കണ്ട, രോഗിയായിരിക്കുന്ന സ്ഥലത്ത് കിടക്കണ്ട, തകർന്ന സ്ഥലത്ത് കിടക്കണ്ട, മരണം പറയുന്ന സ്ഥലത്ത് കിടക്കണ്ട, ക്യാൻസറായി കിടക്കുന്ന സ്ഥലത്ത് കിടക്കണ്ട, പാണ്ടുള്ള സ്ഥലത്ത് കിടക്കണ്ട. കാരണം ദൈവം നിന്നോടും എന്നോടും കാരുണ്യവാനാണ്, അവൻ നല്ലവനാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഞാൻ നേരത്തെ താമസിച്ചിരുന്ന 5 എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നു ജനിച്ചതും വളർന്നതല്ല 5. ഞങ്ങളുടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ ആ ഏരിയയിൽ കുറച്ച് ഒരു തോടുണ്ട്. അവിടെ ആ തോടിൻ്റെ കരയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകിൻ്റെ ബഹളമാണ്. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്, അല്ല കുഞ്ഞുങ്ങളായിരിക്കുന്നു പറഞ്ഞാൽ പോരാ കേട്ടോ, നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരും. ഇവിടെയും കൊതുകുണ്ടെങ്കിലും ഞങ്ങളുടെ ആ അഞ്ചലിലെ പോലെ കൊതുകിൻ്റെ ശല്യം ഈ ഭാഗത്തില്ല.
ഞാനിന്ന് ഓർമ്മിക്കുക, രാത്രി എനിക്ക് എൻ്റെ സോളിക്കും പരിപാടി എന്നാണെന്നറിയും. ലൈറ്റ് ഒരു നിമിഷം അണച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൊതുവെല്ലാം കൂടെ ഇളകും. ഞാൻ ജോഹയുടെ അടുക്കലോ അന്നയുടെ അടുക്കലോ ഇരിക്കും, സോളി മോൻ്റെ അടുക്കലോ മോളുടെ അടുക്കലോ ഇരിക്കും. കുറച്ച് നേരം കയ്യിലൊരു ബാറ്റ് വെച്ച് അവർ കിടന്നുറങ്ങുക, പുതപ്പ് മൂടി കിടക്കുക ജോഹ തന്നെ. അവർക്കൊരു ബോധവുമില്ല, അവർ കൊതു കടിക്കുന്നതും അറിയുന്നില്ല, കൊതു ചോര കുടിക്കുന്നു ഒന്നും അറിയുന്നില്ല, മാന്തുന്നുണ്ട്, തട്ടുന്നുണ്ട്, ഉറക്കത്തിലല്ല. ഞങ്ങളുടെ രാത്രിയിലെ പരിപാടി ആ കൊതുവിനെ കൊല്ലല. ഞാൻ ഇന്ന് ദൈവദിനം ചിന്തിച്ചപ്പോൾ എന്നോട് സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ ദൈവാത്മാവിനോട് ചോദിച്ചു, ജോണേ, നിൻ്റെ മക്കളുടെ ദേഹത്ത് കൊതു കടിക്കുന്ന പോലും നിനക്ക് സഹിക്കുന്നില്ലടാ. എത്രയധികമായി നിന്നോട് എനിക്ക് കരുണ കാണുമോടാ. ഞാൻ ഇവിടുന്ന് കുറച്ച് നേരം കരഞ്ഞു കേട്ടോ സഹോദരങ്ങളെ, സത്യമാണ്. എൻ്റെ മക്കളെ കൊതു കടിക്കാൻ പോലും ഞാൻ അനുവദിക്കാറില്ല. കൊതു കടിച്ചത് നിമിത്തം പനി വരും എന്നുള്ള പേടി കൊണ്ടല്ല കേട്ടോ. അവർ ഉറങ്ങുന്നത് ശല്യപ്പെടരുത്, നന്നായി ഉറങ്ങണം എൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങണം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാതെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന് പനി വന്നാലേ അപ്പനായാലും അമ്മയായാലും ഉറങ്ങുമോ? തോളത്ത് കൈയിടും, അല്ല തോളത്ത് ആ കുഞ്ഞിനെ ഇടും, തട്ടും, നടക്കും. രാത്രി നേരം വെളുക്കുന്നത് അങ്ങനൊരു ഫീലിങ്ങേ ഇല്ല. നമ്മൾ ആ കുഞ്ഞിനോട് പറയുമോ, ഞാൻ ഉറക്കമുളച്ചിട്ടോടാ നിന്നെ എങ്ങനെ ആക്കിയത്? അങ്ങനെ പറയുമോ? വി ഡോണ്ട് ഫീൽ എനിത്തിങ് ബിക്കോസ് ദാറ്റ് ഈസ് മൈ ചൈൽഡ്. എൻ്റെ മോനും മോളുവാ. ഉറക്കം ഉളച്ചാലും കഷ്ടപ്പെട്ടാലും അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. രാത്രി മുഴുവൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് കൊതുവിനെ തല്ല ഞാൻ ഇരുന്നിട്ടുണ്ട്, അതൊന്നും തോന്നുന്നില്ല. കാരണം അതെൻ്റെ മക്കളാണ്. ജഡത്തിലെ പിതാവിന് ഇത്രത്തോളം നിങ്ങളുടെ മക്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവിന് എത്രയധികം നിങ്ങളോട് ഇഷ്ടമുണ്ടാകും സഹോദരങ്ങളെ. അവൻ എത്രത്തോളം ഈ ലോകത്തിലെ കൊതുക്, രോഗം നിങ്ങൾ ജീവിതത്തിലേക്ക് വരാതെ അല്ലെങ്കിൽ വന്ന് നിങ്ങളെ കരുതാതിരിക്കും സഹോദരങ്ങളെ. നിങ്ങൾ ആ പിതാവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുക, ആ പിതാവിൻ്റെ സ്നേഹം ഒന്ന് കാണുക. അതാണ് സക്സസിൻ്റെ രഹസ്യം. അവിടെയാണ് ബ്ലെസ്സിങ് ഒഴുകുന്നത്. നിങ്ങൾ ദൈവത്തെ കാണുന്നത് കരുണാവാനായ ദൈവമല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ അനർത്ഥങ്ങളാണ്. ദൈവത്തിൻ്റെ കരുണ അവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ കൺമുമ്പിൽ ദൈവത്തിൻ്റെ കരുണ വയ്ക്കേ, ദൈവത്തിൻ്റെ നന്മ വയ്ക്കേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ ദിവസം അല്ലെങ്കിൽ ഈസ്റ്റർ ലോകം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ച ഒരു മെസ്സേജ് നിങ്ങൾ ഓർമ്മിക്കുന്ന ഞാൻ അന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നതിന് ശേഷവും 2 പ്രാവശ്യം പത്രോസിനും ശിഷ്യന്മാർക്കും അവൻ വെളിപ്പെട്ടു. എന്നിട്ടും അവർ പിന്മാറിപ്പോയവരുടെ അടുക്കൽ കർത്താവ് വീണ്ടും ചെന്നു. നിങ്ങൾക്ക് രസം കേൾക്കണോ? ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 4-ാമത്തെ വാചകം ഒന്ന് വായിക്കാം. അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 21:4 വാക്യം. പുലർച്ചെയായപ്പോൾ അല്ലെങ്കിൽ 3 മുതൽ വായിക്കാം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവർ പിന്മാറ്റത്തിലേക്ക് പോവുക കേട്ടോ. ഞാനും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ആ രാത്രി ഒന്നും കിട്ടിയില്ല അവർക്ക്. കഷ്ടപ്പെട്ടിട്ട് ഒരു ഫലം ഉണ്ടായില്ല. എടാ, ദൈവത്തെ വിട്ടിട്ട് പോയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കൂടാ. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറയത്തുള്ളൂ. ദൈവത്തെ വിട്ടിട്ട് പോയാൽ നിൻ്റെ കാര്യം ഗതികേടാ, നിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു അവരുടെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു കരയിൽ നിന്ന്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വല വീശി. മീൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പം കഴിഞ്ഞില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. യേശു സ്നേഹിച്ച ശിഷ്യൻ അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട്
എൻ്റെ യേശുവെ, ഞാൻ ചിന്തിക്കുക, ഇവൻ എങ്ങനെയാ ദൂരെ നിൽക്കുന്ന ആ കരയിൽ നിൽക്കുന്നത് യേശു ആണെന്ന് മനസ്സിലായത്? യേശു സ്നേഹിച്ച ശിഷ്യൻ. ഞാൻ അവിടുന്ന് ചിന്തിച്ചു, കർത്താവ് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അത് യേശു ആണെന്ന് ഇവൻ ഉറപ്പിച്ചു പറഞ്ഞത്? പറയട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അവൻ്റെ അകത്തൊരു കാര്യം അറിയാം, ഈ പിന്മാറ്റത്തിൻ്റെ നടുവിലും ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേറൊരാൾക്കും കഴിയത്തില്ല. അതവൻ്റെ സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ, അതവൻ്റെ കരുണയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആഴത്തിൽ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയവനെ തെരഞ്ഞു പിടിച്ചിട്ട് 2 അടി കൊടുത്ത് കെറാകത്തെന്ന് പറയേണ്ടതിന് പകരം നമ്മൾ അങ്ങനെയാണ് കാണുന്ന ദൈവത്തെ. അങ്ങനെയല്ല ദൈവം അവരോട് ഇടപെട്ടത്. അവരെ അനുഗ്രഹിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴേ എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു ദൈവരാജ്യ ചിന്ത പറയട്ടെ. മത്തായി ശിഷ്യനും 20:1 മത്തായി 20:1. ദൈവരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയനോട് സദൃശ്യം. വേലക്കാരുടെ അവൻ ഒരു ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് പറഞ്ഞുകൊത്ത് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് 1 വെള്ളിക്കാശ്. 3-ാം മണി നേരത്തും ചന്തയിൽ ചിലർ മെനക്കെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോയി ന്യായമായി തരാം എന്നവരോട് പറഞ്ഞു. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും ഹല്ലേലൂയ ആളുകളെ അവൻ കൂലിക്ക് സെലക്ട് ചെയ്ത് തൻ്റെ തോട്ടത്തിൽ വിട്ടു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു, പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11 മണി നേരത്ത് വന്നവർ ചെന്ന് 1 വെള്ളിക്കാശ് വാങ്ങി. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും 1 വെള്ളിക്കാശ് കിട്ടി. ഇത് വാങ്ങിയിട്ട് അവൻ വീട്ടുടയന് നേരെ പിറുപിറുത്തു, പിൻപന്മാർ ഈ 1 മണി നേരം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ചാൽ ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുവനോട് അവൻ ഉത്തരം പറഞ്ഞു, സ്നേഹിത, ഞാൻ നിങ്ങളോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. തനിക്ക് തന്നതുപോലെ പിമ്പിനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളതിനെ മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകെ കൊണ്ട് നീ കണ്ണു കടിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. ഞാൻ പലപ്പോഴും ആ വാക്യം വായിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും യേശുവിൻ്റെ പ്ലാൻ? യേശു എന്തുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞേ? നിങ്ങൾ നോക്കിക്കേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നവർക്ക് ഒരേ കൂലി ദൈവം കൊടുത്തു. 1 മണിക്കൂർ ജോലി ചെയ്തവനും 10 മണിക്കൂർ ജോലി ചെയ്തവനും 1 കൂലി കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യത്തിനകത്തേക്ക് വരുന്നവർക്കെല്ലാവർക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്കെല്ലാവർക്കും ഒരേപോലെ കൊടുക്കുവാൻ അവന് മനസ്സാണ്. കാരണം അവൻ നല്ലവനാണ്. ആർ യു ലിസണിങ് ടു മീ? നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ജോൺ ദാരുവിന് കൊടുത്തതുപോലെ, ഇവിടെയുള്ള വേറൊരു മനുഷ്യന് കൊടുത്തതുപോലെ നിനക്കും തരുവാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് റോമൻ പൗലോസ് പറഞ്ഞത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്, നല്ലവനാണ്. ആ നല്ല ദൈവത്തെ ഒന്ന് അറിയ സഹോദരങ്ങളെ. നമുക്ക് പലപ്പോഴും ദൈവത്തെ നല്ല ദൈവമായിട്ട് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ നല്ലതെന്നും പറയാത്തത്? അവർക്ക് 100 കാരണങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് എന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ സംഭവിച്ചേ? ഞാൻ അവരെ ക്ലോസായി വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരുടെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് പഴയ നിയമത്തിലെ ചില കാര്യങ്ങളിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ജോബ് പറഞ്ഞതുപോലെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. എബ്രായ ലേഖകൻ പറഞ്ഞത് ഭാഗമായും ഘട്ടം ഘട്ടമായിട്ടും പലരിലൂടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ചില കാര്യങ്ങളാ പഴയ നിയമത്തിലുള്ളൂ. എന്നാൽ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ യേശുവിലേക്ക് വരണം.
ഒരു ഹാലോലിയ പറഞ്ഞാട്ടെ. ഈ എബ്രായ ലേഖനം എഴുതുമ്പോൾ 10-1 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമം മുഴുവതിനെ അല്ല എങ്കിൽ പോലും, ന്യായപ്രമാണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നന്മയുടെ നിഴൽ മാത്രമാണ്, പൂർണ്ണമല്ല. അതിൽ നിന്ന് നിങ്ങളുടെ നന്മയെ പൂർണ്ണമായി നിങ്ങൾ കാണാൻ കഴിയത്തില്ല. നന്മയെ പൂർണ്ണമായി കാണാൻ കഴിയണമെങ്കിൽ ഇത് നിങ്ങൾ തെറ്റിപ്പോകരുത്, എവിടെയും നിങ്ങൾ അബദ്ധത്തിലായി പോകരുത്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിഴലേ കാണാൻ കഴിയത്തുള്ളൂ. ന്യായപ്രമാണം നിങ്ങൾക്ക് ദൈവിക നന്മയുടെ നിഴൽ, ഒരു വസ്തുവോടിരിക്കുന്നുവെങ്കിൽ എൻ്റെ കൈയുടെ നിഴൽ ഇവിടെ ഉണ്ട്, കാരണം ലൈറ്റ് ഇങ്ങോട്ടാണ് അടിക്കുന്നത്. ഈ നിഴലല്ല വസ്തു എന്ന് പറയുന്നത്. എൻ്റെ കൈ എന്ന് പറയുന്നതിൻ്റെ നിഴലാണ് ഇവിടെ അടിക്കുന്നത്. ഈ നിഴല് ഈ എൻ്റെ കൈ അല്ല എന്ന് പറഞ്ഞ പോലെ ദൈവിക നന്മകളെക്കുറിച്ചുള്ള ഒരു നിഴൽ മാത്രമേ എവിടെ ഉള്ളൂ, പഴയ നിയമത്തിലുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ നിഴൽ വന്ന പൊരുൾ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 9-11 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നു. പഴയ നിയമം എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ നിഴലാണെങ്കിൽ, പുതിയ നിയമം എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത് വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായി, സകലത്തിൻ്റെയും നന്മകളുടെ പുരോഹിതനായി വെളിപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നന്മയെ കാണാം, ദൈവത്തിൻ്റെ കൃപയെ കാണാം, ദൈവത്തിൻ്റെ കരുണയെ കാണാം, ദൈവത്തിൻ്റെ നന്മയെ അനുഭവിക്കാം. ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ കരുണ, ദയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദൈവം നല്ലവനാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ. നമുക്കൊരു വാചകം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നതെല്ലാം എന്താണ്? അപ്പോൾ എല്ലാം നല്ല ദാനമാണ്, എല്ലാം തികഞ്ഞതാണ്. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമുക്കതിനെ മലയാളം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു വാചകം ഇംഗ്ലീഷിൽ വായിക്കാം നമുക്ക്. എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ്. ആ പെർഫെക്റ്റ് എന്ന വേർഡിന് 3 അർത്ഥങ്ങളാണ് ആംപ്ലിഫൈഡ് പറയുന്നത്. ഫ്രീ, ലാർജ്, ഫുൾ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആയ, ഏറ്റവും നല്ലതായ, പൂർണ്ണമായ, തികഞ്ഞതായ ഗിഫ്റ്റ് ദൈവത്തിൽ നിന്ന് വരുന്നു. ഇറ്റ്സ് കം ഫ്രം ദ ഫാദർ ഓഫ് ഓൾ ലൈറ്റ്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. whom there can be no variations, no shadow caused by his turning. സൗരങ്ങൾ ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. സൗരങ്ങൾ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എൻ്റെ കർത്താവ് ഒരു വലിയ കാര്യമാണ്. എൻ്റെ കർത്താവ് പറയുക എല്ലാം നല്ലതും പൂർണ്ണമായതും തികഞ്ഞതും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പറയുക ആ ദൈവത്തിന് വേരിയേഷൻസ് ഒന്നുമില്ല. ദൈവം നല്ലതാണെന്ന് പറഞ്ഞ് ഇടയ്ക്കൊന്ന് വേരിയേറ്റഡ് ആവത്തില്ല. ദൈവം നല്ലതാണ് എന്ന് വേദപുസ്തകം പറഞ്ഞിട്ട് പറയുക ഇടയ്ക്ക് അവന് ഗതിമാറ്റം വരാം. കൊറോണയൊക്കെ വരുമ്പോൾ ഗതിമാറ്റം വരാം. നിങ്ങൾ നല്ലതല്ലെങ്കിൽ ഗതിമാറ്റം വരാം. നിങ്ങൾ മോശം ഗതിമാറ്റം വരാം. ദൈവം നല്ലതാണ്. പെർഫെക്റ്റ് ഗിഫ്റ്റാണ് അവൻ തരത്തുള്ളൂ. നല്ല ദാനങ്ങളെ അവൻ തരത്തുള്ളൂ. പെർഫെക്റ്റ് ആയതേ തരത്തുള്ളൂ. കാരണം അവന് ഗതി വ്യത്യാസങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുന്നവനല്ല. അവൻ്റെ സ്വഭാവം എന്നെ പോലോ നിങ്ങളെപ്പോലോ അല്ല. സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറുന്നവനല്ല ദൈവം. മത്തായി സുവിശേഷം 7-ാം അങ്ങനെ ദോഷികളായ 11-ാമത്തെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ
സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നന്മ എത്രയധികം കൊടുക്കും. ദോഷികളായ പിതാവ് ആണ് ഞാനും നിങ്ങളും. നമുക്ക് പോലും നല്ലത് കൊടുക്കാനേ അറിയാവൂ നമ്മുടെ മക്കൾക്ക്. ഞാൻ പറഞ്ഞില്ലേ കൊതുവിനെ കല്ലുന്ന കാര്യം. അതേപോലെ ഞാനും നിങ്ങളും എൻ്റെ മക്കൾക്ക് നല്ലതാ കൊടുക്കുന്നതെങ്കിൽ സ്വർഗീയ പിതാവ് എത്രയധികം നല്ലത് നൽകും, നന്മ നൽകും. വേദപുസ്തകം പറയുക, എൻ്റെ സ്വർഗീയ പിതാവ് നന്മ എത്രയധികം നൽകും. ഞാനും നിങ്ങളും നല്ല പിതാവാണ് എങ്കിൽ എന്നേക്കാൾ എത്രയോ 1000 മടങ്ങ് നല്ലതാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും അവൻ ഒരേപോലെ സൂര്യനെ കൊടുക്കുന്നു. അത്ര നല്ലവനല്ല ഞാൻ, നിങ്ങളും അല്ല. ആ നല്ല പിതാവിൻ്റെ അടുക്കൽ ഞാൻ വന്നിട്ട് ദുഷ്ടനോട് പോലും കരുണവാനായ ദൈവത്തിന് എന്നോട് കരുണയില്ലേ? മകനായ എന്നോട് കരുണയില്ലേ? മുടിയനായ പുത്രൻ മകനായതുകൊണ്ട് അവനെ വിലയേറിയ വസ്ത്രവും കയ്യിൽ മോതിരവും ചെരുപ്പും പാദത്തിൽ ചെരുപ്പും അണിയിച്ച് അവനെ കൊണ്ടുപോയി ആനന്ദം കൊണ്ട് നിറച്ചത്. ആ വീട് ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി. ലോകത്തിലെ മനുഷ്യനോട് പോലും കർത്താവ് കരുണവാനാണ് എങ്കിൽ നിങ്ങളോട് എത്രയധികം. നിങ്ങളുടെ രോഗത്തിൽ നിങ്ങൾ കിടക്കേണ്ട കാര്യമില്ല. ദൈവം നല്ലതേ തരത്തുള്ളൂ. നിങ്ങളെ രോഗിയാക്കിയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനേ അല്ല. ദൈവം തരുന്നുവെങ്കിൽ അത് നല്ലതേ തരുള്ളൂ. ഇതിനെല്ലാം ഉത്തരവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് നമുക്ക് കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. എന്താണ് അപ്പോൾ ദൈവിക ശിക്ഷ എന്ന് പറഞ്ഞാൽ? ദൈവം അപ്പോൾ ശിക്ഷിക്കത്തില്ലേ? സംശയങ്ങൾ 100 നിങ്ങളുടെ തലയിൽ കാണാം. നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ. ലൂക്കോസ് ശിഷ്യനും ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ദൈവം നല്ലവനാണ് എന്ന് മാത്രമാണ്. ദൈവം നല്ലവനാണ് എന്ന് നിങ്ങൾ ഗ്രഹിച്ചാൽ, നിങ്ങളുടെ കണ്ണിൽ ദൈവത്തിൻ്റെ കരുണ കാണാൻ തുടങ്ങിയാൽ 100% നീ പുറത്തു വരും. ഇന്ന് രാത്രി നീ സൗഖ്യമാകും. ഇന്ന് രാത്രി നീ വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി നീ സ്വാതന്ത്ര്യം അനുഭവിക്കും. ലൂക്കോസ് 18:19. യേശു അതിനെ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവൻ ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല. ദൈവത്തെക്കുറിച്ച് യേശു പറയുക, ദൈവം ഒരുവൻ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായും നല്ലവനുള്ളൂ. എൻ്റെ യേശു അത് പറഞ്ഞുവെങ്കിൽ അത് പറഞ്ഞതാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. അപ്പോസ്തല പ്രവൃത്തി 10:38. നസ്രാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടിയിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. അപ്പോൾ ദൈവം ഒരാളുടെ കൂടെ കൂടിയാൽ നന്മയുണ്ടാകും. യേശു ഈ ഭൂമിയിൽ നന്മ ചെയ്തത് എങ്ങനെയാണെന്ന് വേദപുസ്തകം പറയുക, ദൈവം അവനോട് കൂടെ ഇരുന്നു. അപ്പോൾ ദൈവം ഒരാളുടെ കൂടിയാൽ അവിടെ നന്മയുണ്ടാകും. ദൈവത്തിന് നന്മയെ തരാൻ പറ്റുകയുള്ളൂ. സൗരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ രോഗികളായോ തകർന്നോ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പിന്നെ എന്താ ഞാൻ അനുഭവിക്കുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനും കൂടെ മറുപടി തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ തകർച്ചയുടെ രഹസ്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. നിങ്ങളെ നശിപ്പിച്ചത് കള്ളനാണ്, പിശാചാണ്. 11ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ച് കളയുകയും ചെയ്യുന്നു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമാകുന്നു. കൂലിക്കാരന് ആടുകളെക്കുറിച്ച് ചെന്നായിയുടെ ആ സ്വഭാവം നിന്നെ കൊന്നുകളയണമെന്ന്, ചിതറിക്കണമെന്ന്, നശിപ്പിക്കണമെന്ന്. പക്ഷേ എൻ്റെ യേശു പറയുക, ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരമുള്ളവനാ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് കൺസേൺ അബൌട്ട് യു. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഭാരമുണ്ട്. നിങ്ങളിൽ ഒരാൾ നശിക്കരുത് എന്ന് എനിക്ക് ബേർഡനുണ്ട്. ഇത് ദൈവത്തിൻ്റെ ബേർഡനാണ്.
ദൈവം പറയുക, എനിക്ക് നിങ്ങളിൽ ഒരാൾ നശിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് നിങ്ങൾ നശിക്കുന്നതിൽ ഭാരമുണ്ട്. അപ്പോ നിങ്ങളെ നശിക്കാൻ വിട്ടത് ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നതോ? ദൈവം തന്നതല്ലേ, അനുഭവിച്ചില്ലേ പറ്റൂ. ദൈവം അനുവദിച്ചതാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാ ഭാരം വരുന്നത്? നിങ്ങൾ ചിതറിക്കപ്പെടുന്നതും നിങ്ങൾ നശിക്കുന്നതും ദൈവത്തിന് ഭാരമുള്ള കാര്യമാണ് എങ്കിൽ ആ ഭാരം ദൈവം തരുന്നതാണോ സഹോദരങ്ങളെ? നോ. അപ്പൊ നിങ്ങൾക്ക് രോഗം തരുന്നത് എൻ്റെ ദൈവമല്ല. എൻ്റെ ദൈവം തരുന്നത് നന്മയാണ്. എൻ്റെ ദൈവം തരുന്നത് അനുഗ്രഹമാണ്. എൻ്റെ ദൈവം തരുന്നത് സമൃദ്ധിയാണ്. എൻ്റെ ദൈവം തരുന്നത് നിത്യതയാണ്, നിത്യജീവനാണ്, ജീവനദിയാണ്, ആലയത്തിലെ പുഷ്ടിയാണ്, ആത്മീയ അനുഭവങ്ങളാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, പിശാച് വരുന്നത് നിങ്ങളെ ചിതറിച്ച് നശിപ്പിച്ചു കളയാനാണ്. കർത്താവ് പറയുക, പിശാചിനൊരു വിചാരമില്ല നീ നശിക്കുന്നത്, നീ നശിക്കണം എന്ന് അവൻ്റെ ചിന്ത. പക്ഷെ നല്ല ഇടയനായ എൻ്റെ കർത്താവ് പറയുക, എനിക്ക് നിങ്ങളെക്കുറിച്ച് പെയിനുണ്ട്, നിങ്ങൾ നശിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട്. സൗരങ്ങളെ, ദൈവമാണ് രോഗിയാക്കിയതെന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവം പറയുക, നിങ്ങൾ രോഗിയായിരിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട്. ജോൺ ദാരു പാണ്ടായിരിക്കുന്നതിൽ എൻ്റെ യേശുവിന് വേദനയുണ്ടെന്നാണ് ഈ പുസ്തകം പറയുന്നത്. എങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെയും എൻ്റെയും വിശ്വാസം ഒന്ന് ഉയരട്ടെ സഹോദരങ്ങളെ. എൻ്റെ യേശു പറയുക, എൻ്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു.